ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഓക്കെ, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷം. എന്നാലും ചിലരൊക്കെ ഒരു ചെറിയ ഉച്ചമയക്കത്തിലൊക്കെയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, ശരീരത്തിന്റെ ക്ഷീണം അതായിരിക്കാം ആ മയക്കത്തിന് കാരണം. സാരമില്ല, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായും നിങ്ങളെല്ലാം ആ മയക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന് നമ്മോടൊപ്പം തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്ക് ഉച്ച കഴിഞ്ഞ് വെറും അരമണിക്കൂർ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഒരു ട്രെയിനിങ് ഒന്നും ആയിട്ട് കാണണ്ട, കാരണം ഇത് നമ്മുടെ ഒരു സംവാദമായിട്ട് തന്നെ കണ്ടാൽ മതി. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോടും പറയും. അത്രയും ആയിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. ഇവിടെ കൂടിയിരിക്കുന്നതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കാം. ഞാൻ കണ്ടു പരിചയമുള്ള ഒന്ന് രണ്ട് മുഖങ്ങളുണ്ട്. എൻ്റെ പേര് ബിനോജ് വിസ്മയ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക് സൂയിസൈഡ്, വൈ ആൻഡ് ഹൗ ടു പ്രിവെന്റ് ഇറ്റ് എന്നാണ്. സൂയിസൈഡ്, വൈ ആൻഡ് ഹൗ ടു പ്രിവെന്റ് ഇറ്റ്. ആത്മഹത്യ എന്തുകൊണ്ട്, എങ്ങനെ തടയാം, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമാണ്, സുഖമാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ വളരെയേറെ വിഷമമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന കുറേ അധികം വാർത്തകൾ, അത് ലഹരി അമിതമായി കഴിച്ചിട്ട് ചെയ്യുന്ന ക്രൈമിനെ കുറിച്ചുള്ള വാർത്തകൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, അതൊന്നും കൂടാതെ ആത്മഹത്യ, വളരെ പെരുകി വരുന്ന ആത്മഹത്യ. ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സമൂഹത്തിലെ വളരെ നിലയും വിലയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടമായി ആത്മഹത്യയിലൂടെ. അപ്പം നമ്മൾ ആ ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് അറിയാം, ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്. ഈ സമീപകാലത്തായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു 3 ആത്മഹത്യയെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോ ഈ സ്ലൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിനെ അറിയാമോ? അദ്ദേഹം ആരാണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു ഡോക്ടറാണ്, അല്ലേ? അതെ 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 അതെ, ഡോക്ടർ ജോർജ് പി എബ്രഹാം. ശരിയാണ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു യൂറോ സർജൻ ആയിരുന്നു, അല്ലേ? അതെ, ഒരു കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു ഡോക്ടറാണ്. എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലെ വൃക്കരോഗ മേധാവിയാണ് അദ്ദേഹം. ഡോക്ടർക്ക് 75 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹം എപ്പോഴും തൻ്റെ രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ഒക്കെ വളരെ സന്തോഷത്തിനോടുകൂടിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടാലെല്ലാം വളരെ ഊർജ്ജസ്വലനായിട്ടാണ് നമ്മൾ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്നത്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര സർജറി ചെയ്തുവെന്നും അദ്ദേഹത്തിന് പോലും ഓർമ്മ കാണില്ല. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ കേരളത്തിൽ ഒന്നാമതായി ചെയ്ത ആളാണ്. അത് ഏതാണ്ട് 2500 പുറത്ത് ശസ്ത്രക്രിയയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഓരോ കിഡ്നിയെയും ഓരോ വ്യക്തികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഡോക്ടർ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഫാം ഹൗസ് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് പോവുകയും ആ ഫാം ഹൗസിൽ വെച്ച് വൈകുന്നേരത്ത് സഹോദരൻ തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ പ്രതിമാസ വരുമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഇഷ്ടം പോലെ പേര്, പ്രശസ്തി, സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങൾ എല്ലാം ഉള്ള ഡോക്ടർ. പക്ഷേ അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്ന പടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളുമാണ്, അല്ലേ? ഷൈനി ആൻഡ് ദെയർ ചിൽഡ്രൻ, അലീന ആൻഡ് ഇവാൻ.
ഷൈനിയും അവരുടെ മക്കളായിട്ടുള്ള അലീനയും ഇവാനുമാണ്. ഏറ്റുമാനൂരിനോട് അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. അവര് കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ഷൈനി ഒരു ഡേ കെയർ സെന്ററിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അവർക്ക് വളരെ വരുമാനം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കാനും മക്കളുടെ കാര്യത്തിനും ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ നല്ല ഒരു ജോലിക്ക് വേണ്ടി അവർ ഒരുപാട് വാതിലുകൾ മുട്ടി. എന്നാൽ ആ വാതിലുകളെല്ലാം തന്നെ ഷൈനിയുടെ മുന്നിൽ പൊട്ടി അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. ഷൈനിക്കാണെങ്കിൽ 3 മക്കളാണ്. മൂത്ത ഒരു മകൻ കൂടിയുണ്ട്. അവൻ എറണാകുളത്ത് എന്തോ ആണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ എന്തോ ജോലിയോ പഠിത്തമോ എന്തോ കാര്യത്താലാണ് എറണാകുളത്ത് എവിടെയാണ്. അപ്പൊ ഷൈനി ഒരു സുപ്രഭാതത്തില് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പൊ ഷൈനിയുടെ മനസ്സിലൂടെ വന്നത് തന്റെ മക്കളെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരാണുള്ളത്? ഭർത്താവുമായിട്ട് വേർപെട്ട് കഴിയുകയാണ്. അതും 2 പെൺകുട്ടികളാണ്. അവരുടെ നാളത്തെ അവസ്ഥ എന്താകും? അതുകൊണ്ട് തന്നെ ഷൈനി ആ കുട്ടികളെ കൂട്ടി ഒരു ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ചെയ്തു. അടുത്ത സ്ലൈഡിൽ കാണുന്ന ആളിനെ പരിചയമുണ്ടോ? ഇത് ദർശൻ ആർ. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനെ കുറിച്ചുള്ള വാർത്തകളും നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപം ദർശനീയം എന്ന വീട്ടിൽ രതീഷ് ജയലക്ഷ്മി ദമ്പതികളുടെ ഏക മകനായിരുന്നു ദർശൻ. 11ാം ക്ലാസ് വരെ ദർശൻ എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടി പാസ്സാകുകയുണ്ടായി. ഇപ്പം +2 പരീക്ഷയ്ക്ക് കാത്തിരിക്കുകയായി. എന്നാൽ പഠിച്ചതെല്ലാം ദർശൻ മറന്നു പോവുകയെന്നു എന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ വളരെ ഏറെ വിഷമിതനായിരുന്നു കുറച്ച് ദിവസം. ഒടുവിൽ അയാൾ ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായി. ഇവിടെ നമ്മൾ 3 ആത്മഹത്യയെക്കുറിച്ച് കണ്ടു അല്ലെ? 3 വളരെ വ്യത്യസ്തമായിട്ടുള്ള ആത്മഹത്യകളായിരുന്നു, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ. അതുപോലെ തന്നെ ഇവരാരും തന്നെ ലഹരിക്ക് അടിമകളൊന്നും ആയിരുന്നില്ല. വളരെ സമൂഹത്തിലൊക്കെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവര് ആത്മഹത്യ ചെയ്തത്? നമ്മൾ ഈ ക്ലാസ്സിലൂടെ തന്നെ നോക്കാൻ പോകുന്നതും അത് തന്നെയാണ്. വൈ സൂയിസൈഡ്? സൂയിസൈഡിന് പല കാരണങ്ങളുണ്ട്. ഫാമിലി പ്രോബ്ലം ഉണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, മെന്റൽ പ്രോബ്ലം ഉണ്ട്, ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഉള്ള ആത്മഹത്യകളുണ്ട് അല്ലെ? ഫാമിലി പ്രോബ്ലം നമുക്കറിയാം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ അച്ഛനും മക്കളോടുള്ള പ്രശ്നങ്ങള്, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് കാരണം എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതി ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം, നമുക്ക് പെട്ടെന്ന് ബിസിനസ്സിലോ മറ്റു രീതിയിലോ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ. ശരിക്കും പലർക്കും ജീവിതത്തിൽ ധൈര്യമില്ലായ്മയാണ് ആത്മഹത്യയുടെ കാരണം തന്നെ. നമുക്കറിയാം, നമ്മൾ ജനിച്ചു വീണപ്പം ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും കൊണ്ടുവന്നോ? അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ കൈകൾ രണ്ടും ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് പുറത്തേക്ക് വന്ന് മാവെന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇനി തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. 6 അടി മണ്ണിൽ നമ്മളെ ഒന്നിയില് കൊണ്ടുവന്ന് അടക്കം ചെയ്യും, അല്ലെങ്കിൽ ദഹിപ്പിച്ചു കളയും അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇതിനിടയ്ക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി പണം ഉണ്ടാക്കി 1 രൂപ പോലും ചെലവാക്കാതെ വെക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല വസ്ത്രം ഉടുക്കാതെ, നല്ലൊരു യാത്ര ചെയ്യാതെ ജീവിച്ചു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒടുവിൽ അവര് മരിക്കുമ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഇനി മക്കൾക്ക് വേണ്ടി അവര് ഈ പൈസകളെല്ലാം സംഭരിച്ചു വെക്കുകയാണെങ്കിൽ പോലും ഈ മക്കള് അത് നാളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്.
ഒരു ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ വന്നാലേ ഉടനെ ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ പോലും ചിലപ്പം ചില സാഹചര്യങ്ങൾ അത്തരത്തിൽ ചിന്തകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് മനുഷ്യ സഹജമാണ്. എന്നാലേ നമ്മൾ അത്തരം ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതും ഇത്തരത്തിലുള്ള നമ്മുടെ കുടുംബപരമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് ആദ്യം ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ പോകും, സാഡ് സ്റ്റേജിലാണ്. അത് കഴിയുമ്പോൾ ആ ആള് അടുത്തതായിട്ട് ഡിപ്രഷന്റെ മൂഡിലേക്ക് പോകും. ഈ ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന 90% ആൾക്കാർക്കും ആത്മഹത്യ ടെൻഡൻസി കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് ഒരു കാരണമാണ്. പിന്നെ ഫിസിക്കൽ പ്രോബ്ലംസ്, ശാരീരിക അവശതകൾ പ്രത്യേകിച്ചും പ്രായമാകുന്നവരിലാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ ഒരു കാര്യം പറയാം. പല ആൾക്കാരും 56-57 വയസ്സ് കഴിയുമ്പോൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും റിട്ടയർമെന്റ് ആകും. പിന്നീട് പല ആൾക്കാരും എന്ത് ചെയ്യും? വീട്ടിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. പക്ഷെ അവർ വീണ്ടും ആക്റ്റീവായ, അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ, അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആയുർദൈർഘ്യം കൂടുകയും അവർക്ക് അസുഖമില്ലാത്തവരായി മാറുകയും ചെയ്യും. അപ്പം അസുഖക്കാരായി മാറുകയാണെങ്കിൽ അവരിൽക്കുള്ളിലും ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും. ഇനി എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഞാനൊരാളിന് ഭാരമാകാതെ അങ്ങ് അവസാനിച്ച് കളയാം എന്നുള്ള ചിന്തയുണ്ടാകും. അപ്പൊ അങ്ങനെയും ആത്മഹത്യ ഉണ്ടാകാം. പിന്നീട് വളരെ രോഗം മൂലമുള്ള പ്രശ്നങ്ങൾ, ക്യാൻസർ, അതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച പല ആൾക്കാരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ആത്മഹത്യ ചെയ്യാറുമുണ്ട്. അപ്പൊ ആത്മഹത്യക്ക് പലതരം കാരണങ്ങളുണ്ട്. രോഗം, മാനസിക പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആത്മഹത്യക്ക് വേണ്ടിയുണ്ട്. അപ്പം പല ആൾക്കാരും അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ്. അതിന് തന്നെ പറയുന്നത് ഒളിച്ചോട്ടം എന്നാണ്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നൊക്കെ നമ്മൾ അത് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാഹചര്യം ഒരു വലിയ പ്രശ്നമാണ്. പല ആൾക്കാരും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ അന്ന് വരെ വന്ന ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന ഒരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാതെ ആണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ആര് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ അതിന് ചില കാരണങ്ങളൂടെയുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, റീസൺ ഓഫ് സൂയിസൈഡിന്റെ കാരണങ്ങൾ. അത് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം പറഞ്ഞത് മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന കാരണങ്ങൾ, അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാരണത്തിൽ നിന്ന് ഉടുത്തുരിയുന്ന കാരണങ്ങൾ. പ്രധാനമായിട്ടും സഡൻ ഈവന്റ് ഇൻ ലൈഫ്, ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവവികാസം. ചിലപ്പം മകൻ മരിച്ചു, പെട്ടെന്ന് തന്നെ അച്ഛൻ പോയി ആത്മഹത്യ ചെയ്യുന്നു, അമ്മ പോയി ആത്മഹത്യ ചെയ്യുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളിന് ഒരു മാനഹാനി ഉണ്ടാവുകയാണ്, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോവുകയാണ്, അപ്പൊ ഇനി ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് ഒരു കാരണം. പിന്നീട് എന്താണ്? ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്തെ കുറിച്ചല്ല നമ്മുടെ ചിന്തകളിൽ കൂടുതലും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭാവിയെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന കാരണം നമുക്ക് ഉണ്ടാകുന്ന
ചില പ്രശ്നങ്ങൾ, അത് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നം. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. മനസ്സും ശരീരവും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിനുണ്ടാകുന്ന എന്ത് വിഷമങ്ങളും നമ്മുടെ ശരീരത്തെ കൂടെ ബാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കമില്ലാതാകും, ഭക്ഷണം കഴിക്കാൻ പറ്റാതാകും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രുചിയില്ലാതെ വരും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ ദിനചര്യകളെല്ലാം മുടങ്ങും, അല്ലേ? അതൊക്കെ തന്നെ ആത്മഹത്യക്ക് കാരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്ത, നാളെ എങ്ങനെയാണ് എൻ്റെ മോന് ഫീസ് കൊടുക്കുന്നത്, അതല്ലേ നാളെ എങ്ങനെയാണ് ഞാൻ ലോൺ അടച്ചു തീർക്കുന്നത്, എൻ്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, ഇനി എനിക്ക് കയറി കിടക്കാൻ ഒരു ഇടമില്ലല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ അനാവശ്യമായി മനസ്സിലേക്ക് വരുമ്പം ഇനി ഒന്നുമില്ല, മുന്നിലൊന്നുമില്ല എന്നുള്ള നിലയിൽ ഇയാള് ആത്മഹത്യയിലേക്ക് പോകും. പിന്നീട് അടുത്തത് ഡ്രഗ് മൂലം ഉണ്ടാകുന്ന ആത്മഹത്യ, ഡ്രഗ് യൂസ്. നമുക്കറിയാം, മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം കഴിച്ച് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും മദ്യം കഴിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ നന്നായ ആരുടെങ്കിലും ഒരു പേര് പറയാൻ പറ്റും? ഇതെല്ലാം ഒരു അന്നേരത്തെ ഒരു സന്തോഷം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്നു. മദ്യമായാലും മയക്കുമരുന്നായാലും കഴിക്കും, ധൈര്യത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ എന്ത് വേണമെങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയായാലും നമ്മളിത് കഴിക്കുന്നു. പക്ഷെ ഈ കഴിക്കുന്ന ആള് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആ ആളിന്റെ അവസ്ഥ എന്തായിരിക്കാം? അയാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോവുകയും അയാൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യല്ലേ ചെയ്യുന്നത്. അവിടെയും നമുക്ക് ഓവർ തിങ്കിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ പല ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ പല ആൾക്കാരും അനാവശ്യമായ ചിന്തകളിലേക്ക് എത്തുകയും ചില പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയും അങ്ങനെ അവര് ആത്മഹത്യ തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് നമുക്കറിയാം, പല കാരണങ്ങളാൽ ഒരുപക്ഷെ പാരമ്പര്യമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവര് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാര് ആത്മഹത്യയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവര് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്, അല്ലേ? പിന്നെ ഡിപ്രഷൻ മൂഡ്, അതും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഡിപ്രഷനുള്ള ആൾക്കാർ, കൂടുതൽ ആൾക്കാരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മഹത്യ ചെയ്യാറും ഉണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്റീരിയ, ഉന്മാദ അവസ്ഥ. അത് ഒരുതരം ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്നവര്, അവര് ഈ ഭൂമിയിലാണോ സ്വർഗത്താണോ മറ്റൊരു രീതിയിലാണോ അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലൂടെ അവരിങ്ങനെ നടക്കുകയാണ്, അല്ലേ? അപ്പോൾ അവർക്കും ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സൂയിസൈഡ് എങ്ങനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ സൂയിസൈഡ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ്. സൂയിസൈഡ് പ്രിവെന്റ് ഹൗ, അതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഉള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാളിന് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. പെട്ടെന്നുള്ള സൂയിസൈഡ് അറ്റംപ്റ്റിൽ അത് പറ്റില്ല. അപ്പോഴും വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും ചില ആളുകൾക്ക് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. എങ്കിൽ പോലും നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. ഉറപ്പായും നമുക്കൊരു സുഹൃത്തുണ്ടാകണം, ഒരു നല്ല സുഹൃത്ത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിത പങ്കാളിയാകാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവാകാം, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താകാം. അപ്പൊ നമ്മൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പോയി പറഞ്ഞ് ചിരിക്കുന്ന ആളാവരുത്. നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാൻ കഴിവുള്ള ആളാവണം നമ്മുടെ നല്ല സുഹൃത്ത്. അങ്ങനെയുള്ള ഒരു സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് പലപ്പോഴും പരിഹാരം കാണാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അവർക്ക് പരിഹാരം കാണാൻ പറ്റും. നമ്മൾ വളരെ ഭയങ്കര ഒരു വിഷയമാണ് എൻ്റെത് എന്നായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് അത് വളരെ ലഘുവായിട്ടോ ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് ശരിയാക്കാം എന്ന് ആ സുഹൃത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ധൈര്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ അത് ആ സുഹൃത്ത് ആരോ അവരോട് നമ്മുടെ പ്രശ്നം നമ്മൾ ഷെയർ ചെയ്യണം.
നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുകയും നമ്മുടെ മനസ്സിൽ കിടന്നത് ഇങ്ങനെ വീർപ്പ് മുട്ടിയും നമ്മൾ ഒരു സാഡ് അവസ്ഥയിലൂടെ പോവുകയും പിന്നെ നമ്മൾ ഡിപ്രഷനിലൂടെ പോവുകയും പിന്നെ നമ്മൾ ആത്മഹത്യയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പായിട്ടും ഇതൊക്കെ ഷെയർ ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അതോറിറ്റീസുമായിട്ട് ഹെൽപ്പിന് വേണ്ടി വിളിക്കാം. എനിക്കിങ്ങനെ അത് നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എല്ലാം തന്നെ പ്രത്യേകം ആത്മഹത്യാ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വിളിക്കാം. അപ്പൊ അതില് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറുകളെല്ലാം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള നമ്പറിലേക്ക് നമുക്ക് വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലർമാരുണ്ട്. അവർ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും നമുക്ക് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു സുഹൃത്തില്ല, നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ല, ഒക്കെ വേണ്ട, നമുക്ക് ഈ നമ്പറിൽ വിളിക്കാമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് പല രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യാം, യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. നമ്മുടെ മനസ്സൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അത്തരത്തിലുള്ള വഴിയിലൂടെ നമുക്ക്, അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സർസൈസുകൾ ചെയ്ത് നമുക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാം. അതും ആത്മഹത്യ തടയാനുള്ള ഒരു പ്രതിവിധിയാണ്. പിന്നെ അടുത്തതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും മെഡിസിൻ കഴിക്കണം. അത് മാനസിക പ്രശ്നമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കൃത്യസമയത്ത് തന്നെ അവർ മെഡിസിൻ കഴിക്കുക. കാരണം മെഡിസിൻ കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ രോഗം അധികരിക്കുകയും അവർ ആത്മഹത്യയെക്കുറിച്ചോ മറ്റ് അനാവശ്യ ചിന്തകളിലേക്കോ അവർ പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമ്മൾ മെഡിസിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുക. പിന്നീട് എന്ത് വേണം? നമ്മൾ തിടുക്കത്തിലുള്ള യാതൊരു തീരുമാനങ്ങളും നമ്മൾ എടുക്കരുത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഉണർന്നു നോക്കുമ്പോൾ നമുക്ക് അത് ആ പ്രശ്നമേ ഒരു പ്രശ്നമല്ലാതെ തോന്നും. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവനെ അങ്ങ് കൊല്ലണം, അതല്ലെങ്കിൽ ഇപ്പൊ എനിക്കങ്ങ് മരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അപ്പൊ അത് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചു പോകും. സമയം കൂടെ ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതങ്ങ് വർക്കൗട്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു അല്പം ഒന്ന് റെസ്റ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ആ തീരുമാനത്തിലേക്ക് പോകാം. അപ്പോഴത്തേന് നമ്മുടെ മനസ്സ് മാറും, ഉറപ്പായിട്ട് മാറും. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ ആള് അതിൽ നിന്ന് മാറി ചിന്തിച്ചു. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ അച്ഛനെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കണം. അവരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തി ഇത്രയും കൊണ്ടുവന്നത്. എന്ത് ത്യാഗങ്ങൾ സഹിച്ചു കാണും. നമുക്ക് വേണ്ടി അവര് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു തരുമ്പോൾ ഈ അച്ഛനോ അമ്മയോ ചിലപ്പോൾ അത് കഴിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള നമ്മുടെ അച്ഛനെയും അമ്മയെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കണം, അല്ലെ നമ്മുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ബന്ധുക്കളെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായും ആത്മഹത്യയിൽ നിന്ന് ആ ആള് പുറമോട്ട് പോകും. ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ മരിക്കാൻ തീരുമാനിച്ചു, നമ്മൾ ഒരു കയറും ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ വിഷമൊക്കെ വാങ്ങിച്ചോട്ട് പോകാൻ കൂട്ടിക്കോളും. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട്, അയ്യോ അമ്മയ്ക്ക് ഇന്ന് ഗുളിക കൊടുത്തില്ലല്ലോ, ഞാനില്ലേ പിന്നെ ആരാ അമ്മയ്ക്ക് ഗുളിക കൊടുക്കുന്നു? പെട്ടെന്ന് നമ്മുടെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. നമ്മുടെ ആ മുന്നോട്ടുള്ള ആ തീരുമാനം ഒരു മാറ്റം വരും. നമ്മൾ ചിലപ്പോൾ ആ കാല് പുറമോട്ട് പോകും അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ആത്മഹത്യയെ മാറ്റിവെക്കാൻ കഴിയും അല്ലേ? അപ്പൊ എൻ്റെ മുന്നിൽ കുറേ അധികം ആളുകളുണ്ട്. നിങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വന്നവരാണ്. ഉറപ്പായും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് എൻ്റെ അടുത്തുനിന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.
അപ്പോൾ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഒരു 3 വ്യത്യസ്തമായിട്ടുള്ള ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അതല്ലേ പറഞ്ഞത്? അടുത്തായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറയൂ, എന്താണ് നമ്മൾ പറഞ്ഞത്? പറയൂ. വൈ സൂയിസൈഡ്, എന്തുകൊണ്ട് സൂയിസൈഡ്, അതാണ് പറഞ്ഞത് അല്ലേ? അടുത്തതോ റീസൺ ഓഫ് സൂയിസൈഡ്, സൂയിസൈഡിന്റെ കാരണങ്ങൾ. പിന്നെ സൂയിസൈഡ് പ്രിവെന്റ് ഇറ്റ് ഹൗ, അല്ലേ? സൂയിസൈഡിൽ നിന്ന് എങ്ങനെ പിന്മാറാം. ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല, നമ്മൾ ഇല്ലാതാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ നാളെ ഇല്ലാതായാലും നമ്മുടെ കുടുംബം അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോകും അല്ലേ? അവർക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. കുറക്കാലത്തേക്ക് നമ്മളെ കുറിച്ചൊക്കെ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ കാണും. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെയൊക്കെ മറന്നു പോകും. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.